വേൾഡ് കപ്പിലെ ആദ്യ സെമിഫൈനലിൽ ഏറ്റുമുട്ടുന്നത് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡുമാണ്. സൗത്ത് ആഫ്രിക്ക കളിച്ച 7 മത്സരങ്ങളും ജയിച്ചാണ് സെമിയിലെത്തുന്നത്. അതേസമയം ന്യൂസിലാൻഡ് 4 മത്സരങ്ങൾ ജയിച്ചാണ് ഇവിടെ എത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ വിജയം സ്വന്തമാക്കിയതും സൗത്ത് ആഫ്രിക്ക തന്നെയായിരുന്നു. റീസെന്റ് ഫോമിലേക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ 10 മത്സരങ്ങളിൽ 9 എണ്ണത്തിൽ ജയിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡ് ആണെങ്കിൽ 10ൽ 5 മത്സരങ്ങൾ മാത്രമാണ് ജയിച്ചത്. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റായി നോക്കാം. ബാറ്റിംഗ് വിഭാഗത്തിൽ ഇരു ടീമുകൾക്കും ശക്തമായ ടോപ്പ് ഓർഡർ ഉണ്ട്. ടീമിന്റെ ഭൂരിഭാഗം റൺസും ഈ ടോപ്പ് ഓർഡർ താരങ്ങളാണ് നേടുന്നത്. എന്നാൽ മിഡിൽ ഓർഡറും ലോവർ ഓർഡറും പരിശോധിക്കുമ്പോൾ ന്യൂസിലാൻഡിന് ആവശ്യമായ സ്ഥിരത കാണിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ മിഡിൽ ഓർഡർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബ്രവിസ്, മില്ലർ, സ്റ്റെബ്സ്, ബോഷ് എന്നിവരടങ്ങുന്ന സൗത്ത് ആഫ്രിക്കൻ മിഡിൽ ഓർഡർ ശക്തമാണ്. ന്യൂസിലാൻഡിന് ഫിലിപ്സ്, ചാപ്മാൻ, മിച്ചൽ, സാന്റർ എന്നിവരുണ്ടെങ്കിലും സ്ഥിരതയുടെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കാണ് മുൻതൂക്കം. ബോളിംഗ് വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളിംഗിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ മേൽക്കൈയുണ്ട്. അവരുടെ 72% വിക്കറ്റുകളും ഫാസ്റ്റ് ബോളർമാരാണ് നേടിയിരിക്കുന്നത്. സ്പിൻ അത്ര ഫലപ്രദമായിട്ടില്ല. ന്യൂസിലാൻഡിന്റെ കാര്യത്തിൽ പേസ് അറ്റാക്ക് കുറച്ചധികം ദുർബലമാണ്. അവരുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ രജിൻ രവീന്ദ്രയാണ്. കൂടാതെ 55% വിക്കറ്റുകളും സ്പിന്നർമാരാണ് നേടിയിരിക്കുന്നത്. ഇനി ഗ്രൗണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മത്സരം നടക്കുന്നത് ഈഡൻ ഗാർഡൻസിലാണ്. അവിടെ എന്തെങ്കിലും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഫാസ്റ്റ് ബോളർമാർക്കായിരിക്കും. അതിനാൽ അവിടെ പോലും സൗത്ത് ആഫ്രിക്കയ്ക്കാണ് മുൻതൂക്കം. ശക്തമായ ടോപ്പ് ഓർഡറും സ്ഥിരതയുള്ള മിഡിൽ ഓർഡറും കൂടാതെ ശക്തമായ പേസ് അറ്റാക്കും ഉള്ളപ്പോൾ ഈ മത്സരത്തിൽ വിജയിക്കാൻ കൂടുതൽ സാധ്യത സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. എങ്കിലും ന്യൂസിലാൻഡ് ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ പ്രവചനം ഈ സെമിഫൈനൽ ജയിക്കുന്നത് സൗത്ത് ആഫ്രിക്ക തന്നെയാകും. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ന്യൂസിലാൻഡോ സൗത്ത് ആഫ്രിക്കയോ? ആരാകും ജയിക്കുക? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.